4000 പേരെ അത്ഭുതകരമായി പോഷിപ്പിക്കുന്നതിലൂടെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ കനിവോടെ ഇടപെടുന്ന ക്രിസ്തുവിനെയാണ് ഇന്നത്തെ വചനത്തിൽ നാം കാണുന്നത്. ജനങ്ങളുടെ ശാരീരിക വിശപ്പടക്കാൻ ക്രിസ്തു അപ്പം നൽകിയപ്പോൾ സ്ലാവിക് ജനതയ്ക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ സുവിശേഷം പകർന്നു നൽകിയ 2 വിശുദ്ധരെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഇന്നത്തെ വചനമായ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു ജനാവലി ഒന്നിച്ചുകൂടി. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടിയാണ്. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ചിലർ ദൂരെ നിന്ന് വന്നവരാണ്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ? അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്നവർ പറഞ്ഞു. അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. പിന്നീട് അവൻ ആ 7 അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. കുറെ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. അവൻ അവയും ആശീർവദിച്ച് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 7 കുട്ടം നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നു. അവൻ അവരെ പറഞ്ഞയച്ചതിനു ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമാനുത്ത പ്രദേശത്തേക്ക് പോയി. ഇന്നത്തെ വിശുദ്ധ സിറിൽ, വിശുദ്ധ മെത്തോഡിയസ്. ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇവർ ഗ്രീക്ക് സഹോദരന്മാരും മിഷണറിമാരുമായിരുന്നു. സ്ലാവിക് ജനതയുടെ ഇടയിൽ സുവിശേഷം എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതിനാൽ ഇവർ സ്ലാവിക് വംശജരുടെ അപ്പോസ്തലന്മാർ എന്ന് അറിയപ്പെടുന്നു. ബൈബിളും പ്രാർത്ഥനാക്രമങ്ങളും പ്രാദേശിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനായി ഇവർ ഗ്ലാഗ്ലോളിറ്റിക് ലിപി വികസിപ്പിച്ചെടുത്തു. ഇതാണ് പിൽക്കാലത്ത് സിറിലിക് ലിപിയായി മാറിയത്. വിശ്വാസത്തോടൊപ്പം സംസ്കാരവും വിദ്യാഭ്യാസവും പകർന്നു നൽകിയ ഇവർ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഐക്യത്തിന്റെ പ്രതീകമായാണ് അറിയപ്പെടുന്നത്. ജോൺ പോൾ 2 മാർപ്പാപ്പ ഇവരെ യൂറോപ്പിലെ സംയുക്ത മധ്യസ്ഥരായി പ്രഖ്യാപിച്ചു.